ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ദേവർഗദ്ദ ഉന്നതിയിലെ കൂമനാണ് മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അങ്ങേയറ്റം ദാരുണമായൊരു സംഭവമാണല്ലോ. അനുജ, അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത്. കാപ്പി സെറ്റിനടുത്ത്, അതായത് പുൽപ്പള്ളി മുള്ളംകൊല്ലി കാപ്പി സെറ്റിനടുത്താണ് ഈ പ്രദേശമുള്ളത്. ഇത് ചെത്തിമറ്റം എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ചെത്തിമറ്റത്ത് ദേവർഗദ്ദ ഉന്നതിയിലെ കൂമൻ എന്ന പേരുള്ള കുമാരനാണ് കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 65 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. പുഴയോരത്ത് നിന്ന് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിറക് ശേഖരിക്കാൻ പോകവെ അവിടെ നിന്നും കടുവ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി വനംവകുപ്പിന്റെ ജീപ്പിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. ആ പ്രദേശത്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വയനാട് കർണാടക അതിർത്തി മേഖലയിലാണ് ദേവർഗദ്ദ എന്ന് പറയുന്ന ഉന്നതിയുള്ളത്. തൊട്ടപ്പുറം കർണാടകയിലെ കാടുകളാണ്. നേരത്തെയും അങ്ങനെ വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണിത്. ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ പല കാര്യങ്ങൾക്ക് വനവിഭവങ്ങൾ ശേഖരിക്കുക, വിറക് ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ ആ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഈ കടുവകളുടെ ഈ പ്രജനന കാലം കൂടിയാണ്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പച്ചിലക്കാട് മേഖലയിൽ കടുവ ഇറങ്ങുന്ന. ഞാൻ സുർജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ഷാജി ദാസ് പ്രദേശവാസിയാണ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷാജി, ഈ സംഭവം വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ്. കൂമൻ എന്നയാൾ, ദേവർഗദ്ദ ഉന്നതിയിലെ കൂമൻ മരണമടഞ്ഞു എന്നതാണ്. പുഴയോരത്ത് നിന്ന് പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു കാട്ടിലേക്ക് എന്ന വിവരമാണ്. അപ്പോൾ താങ്കൾക്ക് അതിൽ കൂടുതലായി എന്തൊക്കെയാണ് വിവരങ്ങൾ നൽകാനുള്ളത്? ഹലോ, വളരെ ദുഃഖകരവും ആയിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് വണ്ടിക്കടവ് ചെത്തിമറ്റം കോളനിക്ക് സമീപം പുഴയോരത്ത് നിന്നാണ് ഒരു കൂമൻ എന്ന് പറയുന്ന ആളെ കടുവ പിടിച്ചുകൊണ്ട് പോയത്. അത് കാടിനുള്ളിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയും അയാളെ അവിടെ വെച്ച് കടുവ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ മൃതശരീരം മാറ്റി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വന്ന് ഈ കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് അവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഒരു പ്രദേശവാസിയാണ് പ്രതികരിച്ചത്. വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കൂമൻ എന്നയാളാണ് മരിച്ചത്. പുഴയോരത്ത് നിന്ന് പിടികൂടി കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.